ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ റിവ്യൂ ആണ് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ തന്നെ രതീഷും വേലും കൂടി ജയിലിൽ അങ്ങനെ കിടക്കാണ്. CI പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവാണ്, ഇവരിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. കിരൺ വേലിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ കുറ്റി കേൾക്കാൻ പോയത്? നീയല്ലല്ലോ ഗംഗപ്രസാദിന്റെ തലക്കടിച്ചത്, പിന്നെ നീ എന്തിനാ കുറ്റി കേൾക്കാൻ പോയത് എന്ന് പറയുമ്പോ വേലു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കിരൺ സാറ് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ വെച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എടാ, അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മള് തെറ്റ് ചെയ്ത പോലെ തന്നെ വലിയ തെറ്റാണ് ആ തെറ്റ് മറച്ചു വെച്ചത്. ആ കുഴി എടുത്തിട്ട് ഗംഗപ്രസാദിനെ കൊന്ന സമയത്ത് നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാൽ മതിയായിരുന്നു. കാർത്തികേനെയും ദിലീപിനെയും കൊല്ലാൻ നോക്കിയ ഗംഗപ്രസാദിനെ അടിച്ചു ശരിപ്പെടുത്തി എന്ന് പറഞ്ഞ അങ്ങനെ വലിയ കേസൊന്നും ആവില്ലായിരുന്നു. എന്തായാലും തെറ്റ് പറ്റിപ്പോയി, ഇനി പോട്ടെ. നമ്മളായിട്ട് ഇത് നമ്മൾ ചെയ്തു എന്ന് ആർക്കും പറയേണ്ട കാര്യമില്ല. അവസാന നിമിഷം വരെ നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല, അയാളെ കുഴിച്ചിട്ടിട്ടില്ല, നമ്മൾ അയാളുടെ ഡെഡ് ബോഡി കണ്ടിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ 3 പേരും ഉറച്ചു നിന്നേ പറ്റൂ എന്ന് കിരൺ പറയണം. രതീഷും വേലും പറഞ്ഞിട്ട് അത് അത്രേക്കുള്ളൂ സർ, സാർ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഈ കിരണും അതുപോലെ തന്നെ വേലും രതീഷും ജയിലിലാണെന്ന് അറിയാണ് ചന്ദ്രസേനൻ. അറിയുമ്പോ തന്നെ പത്രമാറ്റിലെ നവീൻ വക്കീലിനെ വിളിക്കുകയാണ്. വക്കീലെ, മനസ്സിലായോ? മനസ്സിലായി, ചന്ദ്രസേനൻ അങ്കിൾ അല്ലേ? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, ഗംഗപ്രസാദിന്റെ. ഓ സർ, എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? കിരണും വേലും രതീഷും പോലീസ് സ്റ്റേഷനിൽ ജയിലിലാണ്. പോലീസ് ജയിലിലാണെന്നോ? അതെന്തിനാ അവരെ പൊക്കിയത്? ഗംഗപ്രസാദിന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവൻ മരിച്ചു എന്ന് പോലീസുകാർ ഉറപ്പിച്ചു. അപ്പൊ അതിൽ പൊക്കിയിരിക്കുന്നത് കിരണിനെയും വേലുവിനെയും രതീഷിനെയാണ്. അതിന് വേണ്ടത്ര തെളിവും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല, സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് ഇട്ടേക്കണത്. അത് ശരിയല്ലല്ലോ വക്കീൽ അങ്കിളെ. അങ്ങനെ സംശയത്തിന്റെ പേരിൽ ആരെയും ജയിലിടാനുള്ള ഒരു പോലീസുകാർക്കില്ല. അത് ഏത് CI ആണെങ്കിലും ശരി. അങ്കിളൊരു കാര്യം ചെയ്യും, നമുക്കിപ്പൊ തന്നെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയാലോ? ഇനിയിപ്പോ അവിടെ പോയിട്ട് കാര്യമില്ല വക്കീലെ, FIR ഇട്ടു, നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ ഞാൻ കോടതിയിലെത്താം, അതിനുശേഷം നമുക്ക് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പാക്കാം എന്ന് പറയാണ്. ശരി എന്ന് ചന്ദ്രസേനൻ പറയണ്ട. അപ്പൊ ഈ കാര്യം പ്രകാശനും അതുപോലെ തന്നെ കാർത്തികയും എല്ലാവരും അങ്ങനെ അറിയാട്ടോ. അങ്ങനെ കാർത്തികടുത്ത് പ്രകാശം പറയണ്ട, മോളെ ഇതിപ്പോ കല്യാണ മോൾ അറിഞ്ഞ വല്ലാത്ത പ്രശ്നമാവല്ലോ, കല്യാണടുത്ത് പറയണ്ടച്ചാ. അല്ല, അവൾ അന്വേഷിക്കില്ലേ? അവളാണെങ്കിൽ ഏത് നേരം കിരണേട്ടൻ എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്തു പറയും? അത് കിരൺ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയെന്ന് പറഞ്ഞാലോ? ഒരു കാര്യം ചെയ്യാം, കല്യാണിക്കിന് സുഖമില്ലാതായപ്പോഴേക്കും കിരണിന്റെ അമ്മക്കും പ്രഷർ കേട്ട് ഹോസ്പിറ്റലാണ്. കിരൺ അപ്പൊ അവിടെ നിൽക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി വെച്ചാൽ, അത് കല്യാണടുത്ത് നമുക്ക് സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മോളെ, കിരണും വേലുവിനും രതീഷിനും ഈ അവസ്ഥ വന്നല്ലോ. അപ്പൊ ആ സമയത്ത് കാർത്തിക പറയണ്ട, അച്ഛൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ പുറകെയിലുണ്ട് എന്ന് പറയാണ്. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറ എന്ന് പ്രകാശം പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, അന്ന് എന്റെയും ദിലീപേട്ടന്റെ വിവാഹം നടക്കുന്ന ആ ദിവസം ഓഡിറ്റോറിയത്തിൽ ഗംഗപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നോ? മോളെന്താ പറഞ്ഞത്? അവിടെ ഗംഗ വന്നിരുന്നു? അതെ, എന്നെയും ദിലീപേട്ടനെ കൊല്ലാൻ വേണ്ടി തോക്കു ചൂടിയ സമയത്ത് അവിടേക്ക് കിരൺ വരികയും ഗംഗപ്രസാദിനെ അടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്തു. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഗംഗപ്രസാദ് കിരണിന്റെ കണ്ണിൽ മണ്ണ് വാരിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോണ സമയത്ത് ഗംഗപ്രസാദ് അവിടെ ഒരു വലിയൊരു കരിങ്കല്ലിന്റെ ഒരു ഇതുണ്ടായിരുന്നു, കരിങ്കല്ലുണ്ടായിരുന്നു നിലത്ത്. ആ കരിങ്കല്ലിൽ തട്ടി അവിടെ വീണ് കരിങ്കല്ലിൽ തലയിടിച്ച് വീണ് മരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കിരണൊന്നും അല്ല ഗംഗപ്രസാദിനൊന്നും ചെയ്തത്, പക്ഷെ മരിക്കുകയാണ് ചെയ്തത് ഗംഗപ്രസാദ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പ്രകാശ് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ചെയ്തതാണച്ച, ചെറിയ തെറ്റായി പോയത്. എന്താ മോളെ, എന്താ പിന്നീട് സംഭവിച്ചത്? അത് ഗംഗയുടെ ഡെഡ് ബോഡി കിരണും വേലും രതീഷും കൂടി ചേർന്ന് കല്യാണിന്റെയും കിരണിന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് കുറെ തെങ്ങും തൈയും വാഴത്തൈയൊക്കെ വെച്ചിട്ടില്ലേ? ഉവ്, അവിടെ ഒരു കുഴിയിട്ട് അവിടെ ഗംഗപ്രസാദിന്റെ ശവം മൂടി വെച്ചാ. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു തെങ്ങും തൈയും വെച്ചു. ഇന്നലെയാണെങ്കിൽ നമ്മുടെ ശാന്തമ്മ ചേച്ചിയുടെ വന്നിട്ട് ആ CA വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു ആ തെങ്ങും തൈ പറഞ്ഞിട്ട്. അപ്പൊ അയാൾക്ക് ഉറപ്പിച്ചോ അതിൽ ഗംഗപ്രസാദ് ഉണ്ടെന്ന്? അതൊന്നും എനിക്ക് അറിയില്ലച്ചാ. ഇനി അയാളെല്ലാം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചോദിക്കണേന്നും അറിയില്ല. നാളെ എന്തായാലും 10 മണിയാകുമ്പോ കോടതിയിൽ ആദ്യ കേസ് വിചാരണ ചെയ്യേണ്ടത് ഇവരുടെ കേസാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ ഒന്ന് കോടതിയിൽ പോവാം. ശരി മോളെ, ഞാനും വരാം എന്ന് പറയാണ്. അല്ല, കിരണ ജയിലിലെങ്ങാനും കിടക്കേണ്ടി വരും മോളെ? അങ്ങനെയാണെങ്കിൽ കിരണിന് പകരം ഞാൻ കിടക്കാനും തയ്യാറാണ്. ഇത് കേട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രകാശിനെ എന്തിനാ ജയിലിൽ കിടക്കണത്? ഞാനില്ലേ? ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദ് ഇവിടെ വരാൻ കാരണം ഞാനും എന്റെ മോളും ആണല്ലോ. അപ്പൊ അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ, അവൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ കൊന്നത് കിരണും വേലും രതീഷും ആണെന്നുണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ഈ കിരണും കല്യാണിയൊക്കെ നിങ്ങളെല്ലാരും കൂടിയിട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്.
അപ്പോ പ്രകാശം പണ്ട് എന്തായാലും നാളെ എന്താ പറയണേ നോക്കട്ടെ കോടതിയില്. പിറ്റേ ദിവസം രാവിലെ തന്നെ കിരണിനെ, വേലുവിനെ, രതീഷിനെ കോടതിയിൽ ഹാജരാക്കാണ്. 3 പേരും പ്രതിക്കൂട്ടിൽ അങ്ങനെ നിക്കാട്ടോ. ജഡ്ജി ഇങ്ങനെ നിന്നിട്ട് 3 പേരെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ശേഷം നവീൻ വക്കീൽ വരുന്നുണ്ട്. ഇവരുടെ എതിർഭാഗത്ത് വേറൊരു വക്കീലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ എതിർഭാഗം വക്കീലാണ് ആദ്യം സംസാരിക്കുന്നത് കേട്ടോ. ഈ നിൽക്കുന്ന 3 പേരും കൂടി ചേർന്നിട്ടാണ് ഗംഗപ്രസാദിനെ കൊന്നതും അതുപോലെ തന്നെ ബോഡി എവിടെയോ മറവ് ചെയ്യുകയും ചെയ്തു. പക്ഷെ എത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇവരത് സമ്മതിച്ച് തരുന്നില്ല. ഇവരാണ് കൊന്നെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്ന് പറയാണ്. അപ്പൊ നവീൻ വക്കീൽ എഴുന്നേറ്റ് ചെന്ന് ചോദിക്കണ്ടല്ല, ഇവരാണ് കൊന്നെന്ന് പറയാനായിട്ട് ഇവർ കൊന്ന ദൃശ്യങ്ങൾ വക്കീൽ പോയി കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കണ്ടില്ല, പക്ഷേ ഗംഗപ്രസാദ് മതിൽ ചാടി ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കിരണ് കാർ എടുത്തിട്ട് പുറകിലേക്ക് പോയി, പുറകേന്ന് വീണ്ടും മുൻപിലേക്ക് വന്നു. അതെന്താ, കല്യാണ സ്ഥലമാണ്, കിരണ കാർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ലേ എന്ന് നവീൻ ചോദിക്കുമ്പോഴേക്കും അല്ല, ഒരു കാര്യമില്ലാണ്ട് പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ രതീഷ് പറഞ്ഞിട്ട് ജഡ്ജി അടുത്ത്, ബഹുമാനപ്പെട്ട ജഡ്ജി, അത് ബാക്കി വന്ന ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെച്ചതാണ് എന്ന് രതീഷ് പറയാണ്. അതിനുശേഷം നമ്മുടെ ഈ സിയെ കൊടുത്ത ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ കൊടുക്കാണ്. ഗംഗപ്രസാദ് മതിൽ ചാടി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കോടതി, ഈ പറഞ്ഞ ഗംഗപ്രസാദ് മതിൽ ചാടി വരുന്നത് രംഗങ്ങളൊക്കെ ഞങ്ങളും കണ്ടിരുന്നു. പക്ഷേ അയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ 3 ചെറുപ്പക്കാരെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ വെക്കുകയും ജയിലിൽ കൊണ്ട് ഇടുകയും FIR ഇടേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അതിനുള്ള വേണ്ടപ്പെട്ട തെളിവുകളും കാര്യങ്ങളൊന്നും ഈ പറയുന്ന CAക്കും അതുപോലെ തന്നെ വക്കീലിനും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ 3 പേരും കൂടി തന്നെയാണ് ഇത് ചെയ്തെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്? അപ്പൊ ജഡ്ജി അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ശരിയാണ്, ഇതിൽ വേണ്ടപ്പെട്ട തെളിവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവര് 3 പേരും കൊന്നെന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ജഡ്ജി പറയുന്നുണ്ട്, പറഞ്ഞത് ശരി തന്നെയാണ്, ഇതില് അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല. ഗംഗപ്രസാദ് ശരിയാണ്, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ വന്നിട്ടുമില്ല. അതെന്താന്ന് അറിയില്ല, ഗംഗപ്രസാദിനെ പിന്നെ കാണാനില്ല എന്നൊക്കെ പറയാണ്. പക്ഷെ ഇവര് 3 പേരാണ് കൂടി ചേർന്ന് ചെയ്തെന്നുള്ള തെളിവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് വക്കീല് പറയുന്നുണ്ട്, ഇല്ല ബഹുമാനപ്പെട്ട കോടതി, ഞാനൊരു കാര്യം പറയാം, ഈ വേലു സമ്മതിച്ചിട്ടുണ്ട് അവന്റെ തല കടിച്ചു കൊന്നതാണെന്ന്. അപ്പൊ വേലു ഇങ്ങനെ അപ്പൊ വേലുവിനോട് ചോദിക്കേണ്ട, വക്കീലാണോ, നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ നിങ്ങളാണ് തലക്കടിച്ചു കൊന്നേന്ന്? അപ്പോഴേക്കും പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേക്കാണ്. അതെ, ക്ഷമിക്കണം, അത് വേലു അല്ല, ഞാനാണ് തലക്കടിച്ചു കൊന്നത്, എന്നിട്ട് ആ ഡെഡ് ബോഡി ഞാനാണ് മറവ് ചെയ്തത് എന്ന് പ്രകാശം പറയാണ്. കോടതിയിൽ എല്ലാവരും ഷോക്ക് ആവട്ടോ. കിരണിനൊന്നും പറയാൻ പറ്റില്ല, കാരണം പ്രകാശം അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്നാൽ പ്രകാശൻ അടുത്ത് പ്രതികൂട്ടിൽ കയറി നിൽക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ കയറി നിന്നിട്ട് പറയണ്ട, എന്റെ മോളുടെ ഭർത്താവായ ദിലീപിനെയും കൊല്ലാൻ നോക്കിയതാണ് ഗംഗപ്രസാദ്. അവന്റെ തലക്കടിച്ച് കിരണും അവനും തമ്മിൽ അടിയുണ്ടായപ്പോ അവരുടെ തലക്കടിച്ചത് ഞാനാണ്. അതിനുശേഷം അവന്റെ ഡെഡ് ബോഡി എല്ലാവരും പോയതിനു ശേഷം ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവനെ കുഴിച്ചു മൂടിയതും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രകാശൻ എല്ലാം സമ്മതിക്കുകയാണ്. അപ്പൊ പ്രകാശൻ പറഞ്ഞനുസരിച്ച് അവിടെ പോയിട്ട് അവർ നോക്കുമ്പോൾ അതിൽ അവിടെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിധി എഴുതാണ്, പ്രകാശാണ് ഈ കേസിലെ പ്രതി, പ്രകാശിനെ ജയിലിലേക്ക് ഇടാണെന്ന് പറയണം. അങ്ങനെ പ്രകാശനാണ് കിരണിന് വേണ്ടി ജയിലിലേക്ക് പോകുന്നത് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് ക്ലൈമാക്സ് പ്രൊമോയിൽ പറയുന്നുണ്ട്, പ്രകാശനാണ് മകൾക്കും മരുമകനും വേണ്ടി ജയിലിൽ പോവാൻ പോണെന്ന്. അങ്ങനെ പ്രകാശൻ ഇനിയിപ്പോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പോഴേക്കും കിരണിനും കല്യാണിക്കും കല്ലുമോനും വേറെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആവും. സരയു തലക്ക് ഭ്രാന്ത് പിടിച്ച് എവിടെയെങ്കിലൊക്കെ പോകുമായിരിക്കും. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു ഭാഗത്തോടെയാണ് ക്ലൈമാക്സ് ആവുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.